എനിക്ക് ഈ മെസ്സേജ് വന്നപ്പോൾ സത്യം പറയാലോ ഞാൻ ഞെട്ടിപ്പോയി. ചാകുന്നതിന് മുമ്പ് കാണാൻ പറ്റുന്ന സിനിമയുണ്ടോ? ആദ്യം കരുതിയത് തമാശയ്ക്ക് ചോദിച്ചതാണെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ പയ്യനെ പ്രണയനൈരാശ്യം കാർന്ന് തിന്നിരിക്കുകയാണെന്ന്. സാധാരണ ത്രില്ലർ ഫിലിമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമകളുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വരുന്ന കൂട്ടത്തിൽ എനിക്ക് മുടങ്ങാതെ വരുന്നതാണ് ബ്രേക്കപ്പിനെ ഓവർകം ചെയ്യാനുള്ള സിനിമകളുണ്ടോ, തകർന്നിരിക്കുകയാണ് മൂടൊന്ന് അപ്പാക്കാനുള്ള സിനിമകളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഏകദേശം 2 ആഴ്ചയോളം ഇവരെ എല്ലാവരെയും റിസർച്ച് ചെയ്തു. ഞെട്ടിക്കുന്ന വസ്തുത, ഇതിലധിക പേരും 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. അടുത്ത കാര്യം നിങ്ങൾ ഞെട്ടും. കാരണം ഇതൊന്നും ഫേക്ക് ഐഡികളല്ല, എല്ലാം റിയൽ പ്രൊഫൈലാണ്. ഇവരുടെ സ്റ്റോറി, ഇവരിടുന്ന പോസ്റ്റുകൾ എല്ലാം ഞാനൊന്ന് വാച്ച് ചെയ്തു. പലരും എനിക്ക് അപരിചിതരാണ്. പക്ഷേ അതിലെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടു: ഡിപ്രഷൻ അല്ലെങ്കിൽ മരണം. നിങ്ങൾ വളരെ നിസ്സാരമാക്കുന്ന പക്ഷെ അടുത്തതായി നിങ്ങൾ കേട്ടാൽ ഞെട്ടാൻ പോകുന്ന മറ്റൊരു കാര്യം പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് പ്രണയ നൈരാശ്യം കാരണമാണ്. പക്ഷേ ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യം ഇവർ ചെറിയ സിഗ്നലുകളായിരിക്കും നമുക്ക് തരിക, പിന്നീട് ഒരു അലർച്ചയായിരിക്കും, മൂന്നാമത്തത് നിശബ്ദതയായിരിക്കും. ഏറ്റവും അപകടം നിശബ്ദതയാണ്. ആദ്യത്തെ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സാധാരണ ഫോട്ടോസിനൊക്കെ ഒരു സാഡ് മ്യൂസിക്കും സാഡായിട്ടുള്ള ക്വയറ്റ്സും രാത്രി ഭയങ്കര വൈകാരികമായിട്ടുള്ള മെസ്സേജുകളും, ഇതൊക്കെയാണ് ആദ്യത്തെ പടി. രണ്ടാമത്തെ പടി എന്ന് പറഞ്ഞാൽ നേരിട്ടിട്ടുള്ള വേദനാ പോസ്റ്റുകൾ, ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ, ഇതൊക്കെയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഏറ്റവും അപകടം, പെട്ടെന്നുള്ള ഒരു നിശബ്ദത. ആ പഴയ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് താങ്ക് യു, പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആരെങ്കിലും ഒരാളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് അവരോട് ചോദിക്കരുത്. നേരെ മറിച്ച് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയണം. ഈ 4 വാക്കുകൾ ഒരു പക്ഷേ ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. ഞാൻ ഈ നമ്പേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പേഴ്സൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. കാരണം ഈ വീഡിയോ കാണുന്ന 10-ൽ ഒരാൾ ഡിപ്രഷനിലൂടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി അവരെ സഹായിക്കുമോ? സഹായിക്കുമെങ്കിൽ റെഡി നിന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഷെയർ ചിലപ്പോൾ ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. അപ്പോൾ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.